ഇടികൊള്ളുന്ന ഒരു വില്ലനാവാൻ എനിക്ക് താല്പര്യമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പോലീസുകാരൻ ചെയ്യാനാണ് എന്നെ കൊണ്ട് പറ്റുള്ളൂ. എനിക്കൊരു ഭയങ്കര ഭീകരനായ ഒരു പോലീസ് ഓഫീസർ ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്റ്റാർഡം ഒക്കെ അടുത്ത ലെവലിലേക്ക് സൂര്യ സിംഗം ചെയ്യുന്നു, അല്ലെങ്കിൽ കമലഹാസൻ കാക്കിസറ്റൊക്കെ ചെയ്യുമ്പോഴാണ് അത് അവരുടെ സ്റ്റാർഡം ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ആയാലും ഇപ്പോൾ ഈ 1.5 വർഷം കൊണ്ട് 5 ട്രാൻസ്ഫർ എന്നൊക്കെ പറയുന്നത് ഒരു വലിയ മാസ് കാര്യമായിട്ടാണല്ലോ നമുക്ക് ഫീൽ ചെയ്യുന്ന ട്രെയിലർ കാണുമ്പോൾ. അപ്പോൾ ഇത് ആ വിധത്തിൽ സ്റ്റാർഡം കൂടി കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യുന്ന പടമായിരിക്കും ആസിഫിയുടെ തലവൻ. അങ്ങനെ ചോദിച്ചാൽ അത് കണ്ടു നോക്കിയതിനു ശേഷം നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ടതാണ്. കാര്യം ഇതിൽ ഭയങ്കര സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറോ ഈ പറയുന്ന പോലെ കാക്കയോ അങ്ങനെയുള്ള റെഫറൻസ് ഒരു സമയത്ത് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര മസ്കുലർ ആയിട്ടുള്ള ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ആയിരുന്നു. പക്ഷെ നമുക്ക് മലയാള സിനിമയിൽ എപ്പോഴും കുറച്ചും കൂടെ നമ്മുടെ ഒരു എവറിഡേ ലൈഫിൽ കാണുന്ന പോലത്തെ പോലീസുകാരോടാണ് നമുക്ക് താല്പര്യം. അപ്പൊ അങ്ങനത്തെ ഒരു പോലീസുകാരൻ ചെയ്യാനാണ് എന്നെ കൊണ്ട് പറ്റുള്ളൂ. എനിക്കൊരു ഭയങ്കര ഭീകരനായ ഒരു പോലീസ് ഓഫീസർ ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അത്തരത്തിലുള്ള ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതുവരെ ഇപ്പൊ കൂമനിലും കുറ്റവും ശിക്ഷയിലും ഒക്കെ ചെയ്തതിനേക്കാൾ ചിലപ്പോൾ കുറച്ചും കൂടെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഈ കാർത്തിക് എന്ന് പറഞ്ഞ ക്യാരക്ടറിനുണ്ടാവും. തീർച്ചയായിട്ടും അത് അങ്ങനെ കിട്ടിയാൽ സന്തോഷം. മലയാളികളുടെ യൂത്ത് ഐക്കണായിട്ടുള്ള യൂത്ത് സ്റ്റാർ എന്ന് തന്നെ പറയാം. ഒരുപാട് സിനിമകളിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു പരിവേഷം ഉള്ളത് കൊണ്ട് തന്നെ ഒരു പ്രതിനായകനായിട്ട് ഒരു വില്ലൻ വേഷങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഇടികൊള്ളുന്ന ഒരു വില്ലനാവാൻ എനിക്ക് താല്പര്യമില്ല. അപ്പൊ ഒരു ക്യാരക്ടർ ഡ്രിവൻ ആയിട്ടുള്ള നെഗറ്റീവ് ഷെയ്ഡ്സ് വരുന്നതിനോട് ഇപ്പം ഉയരെ പോലെയുള്ളത് അല്ലെങ്കിൽ ഓർഡിനറി പോലെയുള്ള സിനിമകൾ ചെയ്യുന്നതിനോട് എനിക്ക് സന്തോഷമുള്ളൂ. അത്രയും ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ പിന്നെ ഒരു സിനിമയിൽ എന്നെ കാണുമ്പോൾ എൻ്റെ ക്യാരക്ടറിന് ഒരു പ്രെഡിക്റ്റബിൾ സ്വഭാവം ഉണ്ടാവില്ല. ഇയാൾ നായകനാണ്, അതുകൊണ്ട് ഇയാളുടെ എൻഡിങ് ഭയങ്കര പോസിറ്റീവായിരിക്കും എന്നുള്ളൊരു പ്രഡിക്ഷനിലേക്ക് പോകാതെ എല്ലാതരം ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റും. ഇവൻ ചിലപ്പം ചതിച്ചേക്കാം, ചിലപ്പോൾ ഇവൻ നന്നായേക്കാം എന്നുള്ളൊരു തോന്നൽ അങ്ങനെ മിക്സ് ചെയ്ത് ക്യാരക്ടേഴ്സ് ചെയ്യുന്നതുകൊണ്ട് കിട്ടും. അപ്പൊ അങ്ങനെ അത്തരത്തിൽ നെഗറ്റീവ് ഷെയ്ഡ്സ് ചെയ്യാനും എനിക്ക് താല്പര്യമുണ്ട്. ഈ അനുരാഗകരിക്കും വെള്ളത്തിൽ അച്ഛനും മോനുമായിട്ട് അഭിനയിച്ചു. അപ്പം ഇപ്പോഴും സോഷ്യൽ മീഡിയ കറങ്ങുന്ന ഒരു സീനുണ്ട്, മറ്റേ അടി കിട്ടുമ്പോൾ ഉള്ള ഒരു റിയാക്ഷൻ. അപ്പൊ ഈ സിനിമ ഈ സിനിമ വരുമ്പോൾ അതിനൊരു പ്രതികാരം വല്ലതും തീർക്കാനുള്ള ഒരു അവസരം കിട്ടിയോ? ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. ആഗ്രഹമുള്ളതുകൊണ്ടല്ല, അങ്ങനെ ഒരു അവസരം കിട്ടിയോ എന്ന് ചോദിച്ചു. ഇല്ല, അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. അതെ, എനിക്ക് പക്ഷെ ബീച്ചറിന്റെ കൂടെ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അത് ഇൻക്ലൂഡിങ് ഓർഡിനറി ആയാലും ഇപ്പൊ കരിക്കും വെള്ളം എടുത്തു പറയണം. അപ്പൊ അതില് എനിക്ക് തോന്നുന്നു ചിലപ്പം ബീച്ചറിനായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കെമിസ്ട്രിയുടെ അല്ലെങ്കിൽ ചേട്ടൻ എനിക്ക് തരുന്നൊരു ഫ്രീഡം, ഇതൊക്കെ ആയിരിക്കാം ചേട്ടന്റെ കൂടെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള കാരണം. കരിക്കുമ്പള്ളം പേഴ്സണലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും, രഘുവിനെയും അഭിയെയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സാണ്. ആ അച്ഛനും മോനുമായിട്ട് ശരിക്കും ഈ സിനിമയിലെ ട്രെയിലറിൽ പറയുന്നുണ്ടല്ലോ, ഞങ്ങളെ കണ്ടിട്ട് ഇരട്ടപറ്റതാണെന്ന് തോന്നുന്നു പറഞ്ഞില്ല. അപ്പൊ അതുപോലെ എന്തോ ഒരു റിലേഷൻ ഞങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്.